ബിഗ് ബോസ് ഹൗസിലെ ഈ ദിവസങ്ങളിലായിട്ട് വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും അതേപോലെ തന്നെ സിബിൻ ചേട്ടനുമായിട്ടുള്ള പ്രശ്നം. അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. കാരണം സിബിൻ ചേട്ടൻ കാണിച്ചത് എന്ത് ദേഷ്യം വന്നാലും അത് കാണിച്ചത് തെറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജാസ്മിൻ ചേച്ചിയും സിബിൻ ചേട്ടനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് സിബിൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ജാസ്മിൻ ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ട്, അതോടൊപ്പം തന്നെ സിബിൻ ചേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ വിമർശിക്കുക സിബിൻ ചേട്ടനെയാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് എന്നതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും എന്താ ആ വിഷയമെന്ന്. ആ വിഷയം അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ജാൻമണി ചേച്ചി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു പരാമർശം നടത്തി. അതെല്ലാ കണ്ടസ്റ്റൻസും ഇരിക്കുന്ന ഒരു സമയത്താണ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ജാൻമണി ചേച്ചി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ വ്യക്തി ആരാണെന്ന് കൂടി എന്ന് പറഞ്ഞു ജാൻമണി ചേച്ചിയോട്. ആ ഒരു സമയത്ത് സിബിൻ ചേട്ടനോ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിൻ ചേച്ചി പറയുകയാണ് വേസ്റ്റ്, പിന്നെ ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേസ്റ്റ് ചിലക്കുന്നു എന്നാണ് ആ വാക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ സിബിൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ എന്തോ ഒരു ചേഷ്ട അദ്ദേഹം കാണിച്ചു. അപ്പം ഇങ്ങനെയാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. ഓക്കെ, അപ്പം ജാസ്മിൻ ചേച്ചി അത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സിബിൻ ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ആ പറഞ്ഞതിനേക്കാളിലും കൂടിപ്പോയി. അപ്പം അതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ നമ്മുടെ ലാലേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് ചെയ്തു, പണിഷ്മെൻ്റ് കൊടുത്തു. അതായത് 3 പണിഷ്മെൻറ്റ്സ് യഥാർത്ഥത്തിൽ ഇന്ന് സിബിൻ ചേട്ടന് കിട്ടി കേട്ടോ. അത് ഒന്നാമത്തത് എന്താണ്, നമ്മുടെ ഈ ഒരു പവർ ടീമിൽ നിന്നും പുറത്തായി. രണ്ടാമത്തത് എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. ഒന്നാമത്തത് പവർ ടീമിൽ നിന്നും പുറത്തായി. രണ്ടാമത്തത് നമ്മുടെ സിബിൻ ചേട്ടൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നു, അടുത്ത ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നു. പിന്നെ മൂന്നാമത്തെ ഒരു പണിഷ്മെൻറ്റ് എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയായിട്ട് ഇതിനിടെ ഒരു വഴക്ക് നടന്നപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞു ജാസ്മിൻ ചേച്ചിയോട്, അതായത് നിൻ്റെ കാലേ വാരി നിലത്തടിക്കും എന്നൊക്കെയുള്ള അങ്ങനെ ഒരു രീതിയിൽ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പം അതിനു പിന്നിൽ സിബിൻ ചേട്ടനാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ്, അങ്ങനെ തെളിയിച്ചുകൊണ്ടാണ് ഒരു പണിഷ്മെൻറ്റ് സിബിൻ ചേട്ടന് കണ്ടസ്റ്റൻസിനോട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ കണ്ടസ്റ്റൻസ് സിബിൻ ചേട്ടന് കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെൻറ്റാണ് 3 ദിവസത്തേക്ക് വെസൽ ക്ലീനിങ്. 3 ദിവസത്തെ വെസൽ ക്ലീനിങ്. അപ്പം 3 പണിഷ്മെൻറ്റ്സ് ആണ് നമ്മുടെ സിബിൻ ചേട്ടന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ദിവസം സിബിൻ ചേട്ടന് ഒരുപാട് പണിഷ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം ബഹുമാനപ്പെട്ട ലാലേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, സിബിൻ ചേട്ടന് പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വിഷയം ഇതോട് കൂടിയിട്ട് കഴിയുമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്ത ആഴ്ച പുതിയ പുതിയ വിഷയങ്ങളും പുതിയ പുതിയ തർക്കങ്ങളും പുതിയ പുതിയ സങ്കടങ്ങളും പുതിയ പുതിയ സന്തോഷവും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ. കൂടാതെ ഒരു കാര്യം കൂടി, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നുന്നത്. ജാസ്മിൻ ചേച്ചിയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ സിബിൻ ചേട്ടൻ്റെ ഭാഗത്താണോ ന്യായം ആയിട്ട് അല്ലെങ്കിൽ ന്യായമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത് കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് 2 പേരുടെ ഭാഗത്തും ന്യായമില്ല എന്നുള്ളൊരു ഓപ്ഷൻ, പിന്നെ 2 പേരുടെ ഭാഗത്തും ന്യായമുണ്ട്. ഈ 4 ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. നന്ദി.